നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമലയിലെ സ്ഥിതി അങ്ങ് വഷളാവുകയാണല്ലോ. നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിനേക്കാളും ഒരുപാട് പോകുന്നുണ്ട്. നമ്മളത് സംശയിച്ചിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ പത്മം പറഞ്ഞതിൽ പങ്കുണ്ടോ, ഇതിൽ പെടുത്തിയതാണോ എന്നൊക്കെ. പക്ഷേ വന്നപ്പോൾ ഇതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരൻ പ്രധാന ഒരു അയാളാണെന്ന് തോന്നുന്നു. ഇവരെല്ലാം പണത്തിന് വേണ്ടി ഇവർക്കൊക്കെ അത് വാസു പിന്നെ പ്രത്യക്ഷത്തിൽ വിരുദ്ധനാണ്, എന്നുവെച്ചാൽ ഭക്തനല്ല, പാർട്ടിക്കാരനാണല്ലോ. പാർട്ടിക്കാരൻ മാത്രമല്ല, പാർട്ടിക്കാരൻ അങ്ങനെ പാർട്ടിക്കാരനാണ്. വാസുവിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അയ്യപ്പനൊന്നും എന്തോന്ന് അയ്യപ്പൻ എന്നുള്ളതാണ്. പക്ഷെ ഇയാള് അയ്യപ്പ ഭക്തനാണ്, പാരമ്പര്യ അവകാശപ്പെട്ട ആളല്ലേ. അവിടുത്തെ മറ്റേ അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് എഴുതിയ ആ ജാനകി അമ്മൻ്റെ കുടുംബപ്പെട്ട ആളാണെന്ന് പറയുന്നത്, എൻ്റെ അച്ഛനോട് കോൺട്രാക്ടറാണെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ബന്ധമുള്ള അയാൾ മൊത്തം കുറിയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണെന്നറിയാമോ, അവർക്ക് ഈ സമരത്തിന് അങ്ങോട്ട് 1 മാസം ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു. 1 മാസം ശമ്പളം കൊടുക്കാം. അപ്പൊ ഇതൊരു പരസ്യമായ കാര്യമല്ല. രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ നമ്മൾ ഈ കഥ അറിയുന്നത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അവർ പിന്തുണച്ചിട്ട് തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി മറ്റേ മുതലാളിമാരുടെ സമരം ചെയ്യുന്ന തൊഴിലാളി യൂണിയൻ നേതാക്കൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി ചെയ്യുന്നതാവാൻ സാധ്യത. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഡബിൾ ഫേസ് ആണല്ലോ ചെയ്തിരിക്കുന്നത്, ഒരു ഭാഗത്ത് ഒന്നും മറ്റു അപ്പുറത്തും. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു, ഇയാളെ കുടുക്കിയതാണോ എന്ന്. സംശയിക്കാൻ 2-3 കാരണങ്ങൾ. ഒന്ന്, ഇദ്ദേഹം അതൃപ്തനായിരുന്നു. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ വിശദാംശങ്ങളിൽ പരിശോധിച്ചു. എന്റെ രാജ്മോഹൻ 34ാമത്തെ വയസ്സിലാണ് MLA. 34 വയസ്സ് 91. പത്തനംതിട്ട അന്ന് CPM ഒരു ബാലികേറാമലയാണ്. അതെ, ക്രെഡിറ്റും പറഞ്ഞ അവർ ശരി. അല്ലെങ്കിൽ പോലും ഈ പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും ഇടുക്കിയും UDF ഒരു കോട്ടയായിരുന്നു. പക്ഷെ മാറി, സ്വന്തം കയ്യിലൊരു പോണ്ട് കൈവിട്ട് പോയത് തന്നെ കൈവിട്ടു. ഇപ്പൊ ഇടുക്കിയൊക്കെ പോയി. ഇടുക്കി ലാപ്പട തൊടുപുഴ മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് ഒരു വാർത്ത വന്നിരിക്കുന്നു, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഒരു ഡിവിഷനിൽ UDF സ്ഥാനത്തിന് പത്രിക തള്ളിപ്പോയി. അപ്പൊ ഇതുപോലെ നോക്കാതെ ഒരു പോകുന്നത് ഇതൊക്കെയാണ് കാര്യം. ഇനി പത്തനംതിട്ട എനിക്ക് തോന്നുന്നു എല്ലാ സീറ്റും നിലവിലാണ് LDF. അത് ഇതൊക്കെ വളരെ അപൂർവമാണ്. അതെ, പത്തനംതിട്ട ഒന്നും LDF കയറുക എന്നൊക്കെ പറയുന്നത് രാജു വന്നതിന് ശേഷമാണ് അവിടെ ഒരു ചലനം കുറച്ചെങ്കിലും ഉണ്ടാക്കിയത്. 5 തവണ MLA. അദ്ദേഹം വളരെ ജനകീയനായ ഒരാളാണ്, എല്ലാവരും വളരെ ദേശാഭിമാനിക്കാരനാണ്. അതെ, ഞാനോട്ട് വളരെ നമ്മൾ സ്ഥിരം ചർച്ചയ്ക്ക് വരുന്ന ആളാണല്ലോ അദ്ദേഹം. പുള്ളിക്ക് അങ്ങനത്തെ പ്രശ്നം, സൈദ്ധാന്തിക പ്രശ്നങ്ങളൊന്നും പുള്ളിക്കില്ല അങ്ങനത്തെ പ്രശ്നം. അപ്പോൾ അവിടെ ഇയാൾ 34 വർഷത്തിൽ ഇതായി ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. 42 വർഷം ഇയാൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ട്. 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. എന്ന് വെച്ചാൽ പത്തനംതിട്ടയിലെ ജില്ല ഉണ്ടായ കാലത്തിന് അല്പം കഴിഞ്ഞ പിന്നെ പുള്ളി ആയിക്കഴിഞ്ഞ് പത്തനംതിട്ടയിലെ ഏറ്റവും കരുത്തനായ CPM നേതാവാണ്, ഏറ്റവും കരുത്തനായ നേതാവാണ്. ആ പുള്ളി അവിടെയാണ് മറ്റേ വീണ ജോർജൊക്കെ മന്ത്രിയായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 9 വർഷം മുൻപ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ല, ഉണ്ടെങ്കിൽ കോൺഗ്രസ് ആയിരുന്നു. അവർ വന്ന് MLA ആവുന്നു, രണ്ടാമത് MLA ആവുന്നു, മന്ത്രിയാവുന്നു. അപ്പോൾ അത്തരം ഒരു നിരാശയും വിഷമവും അയാൾക്ക് ഉള്ളത് കൊണ്ട് ഞാൻ കരുതിയിരുന്നത് ഇയാളെ അസ്വസ്ഥതപ്പെട്ടതിൻ്റെ പക്ഷെ അങ്ങനെയല്ല. ഇയാൾ ആകെപ്പാടെ കുരുങ്ങിയിരിക്കുന്നു പറഞ്ഞ കാര്യം ഇയാൾ പച്ചമഷിക്ക് എഴുതി കൊടുത്ത് പിച്ചള എന്ന് എഴുതണ്ട, അത് അബദ്ധമാവും, നമുക്ക് ചെമ്പന്തങ്ങാക്കിക്കാം എന്നാണ് ആലോചിച്ചത്. രേഖ തിരുത്തിയതും ഒരു കേസാണത്. സർക്കാർ രേഖ തിരുത്തിയുള്ള കേസും കൂടെ ഉണ്ട് അതിൻ്റെ പേരിൽ. അല്ല, യഥാർത്ഥത്തിൽ ഇവരെല്ലാം കൂടെ കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ശബരിമല എന്നല്ല, കേരളത്തിലെ ഈ ഇവരെല്ലാം ചോദിക്കുക 1200 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ. ഈ കഴിഞ്ഞ കുറേ കാലമായി ഇവിടുത്തെ ഹിന്ദു ഭക്തർ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രം ഞങ്ങൾക്ക് തരൂ എന്നാണ്. ക്ഷേത്രം ഞങ്ങൾക്ക് ചർച്ചും ബാക്കി മോസ്കോ എല്ലാം മറ്റുള്ളവരല്ലോ. ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ പള്ളി ആയിക്കോട്ടെ, എല്ലാ പള്ളികളും അവരവരുടെ കൈകളിലാണ്. പിന്നെ എന്തിനാണ് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ സർക്കാർ കൈവശം വെച്ചിരിക്കുന്നത്? വളരെ വളരെ സ്വാഭാവിക ചോദ്യമല്ലേ. അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ, അപ്പോൾ ഒരു മറുചോദ്യം, ആർക്ക് കൊടുക്കും? അപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, കത്തോലിക്കരുടെ 3 വിഭാഗമുണ്ട്. ഞങ്ങൾക്ക് 3 തരത്തിലാണ് ചർച്ചും പരിപാടികളും പോകുന്നത്. അതുപോലെ തന്നെ യാക്കോക്കാരുടെ, ഓർത്തഡോക്സുകാരുടെ, CSAക്കാരുടെ ബന്ധക്കാർ ഓരോരുത്തർ. അപ്പോൾ ഇവിടെ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദുവിൻ്റെ ആർക്ക് കൊടുക്കുമെന്ന് ചോദ്യം അവർ പറഞ്ഞു. ഈഴവന് കൊടുക്കണോ, കൊടുക്കണോ? പക്ഷെ ആ ചോദ്യമൊക്കെ ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് രൂപപ്പെട്ടു. എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞ ഹിന്ദുവിൽ നായരും ഈഴവനും ദളിതനും ഒക്കെ ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യാനിയിൽ മാർത്തോമക്കാരനും യാക്കോക്കാരനും ഓർത്തഡോക്സുകാരനും എല്ലാ വിഭാഗങ്ങളും ഉണ്ടല്ലോ. അപ്പം അവരെല്ലാം കൃത്യമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ട്രസ്റ്റ് നടത്തുക. ഞാൻ പറഞ്ഞ ഇപ്പം ഒരു അമ്പലം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ എരുമേലി അമ്പലം, എരുമേലി ശ്രീ ശാസ്ത ക്ഷേത്രം. ഈ ശാസ്ത്ര ക്ഷേത്രം എരുമേലി അമ്പലത്തിനൊരു പരിധി നിശ്ചയിച്ചിട്ട് ആ പരിധിക്കുള്ളിൽ വരുന്ന ഒരു മെമ്പർഷിപ്പ് എടുക്കട്ടെ, ആ അമ്പലത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കട്ടെ,
ആ ട്രസ്റ്റിലെ അംഗങ്ങളാവട്ടെ, ട്രസ്റ്റികൾ വേറെ ആവട്ടെ. ഏത് അമ്പലത്തിനും, എല്ലാ അമ്പലത്തിനും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക. അതെ, ആ ട്രസ്റ്റിൽ അംഗത്വം കൊടുക്കുക. ആ അംഗത്വം കൊടുക്കുക. പല ക്ഷേത്രങ്ങളും അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മളിൽ എത്രയോ വലിയ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു ക്ഷേത്രമുണ്ട്, ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടില്ല. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഇത്രയും വലിയ പ്രൈവറ്റ് ട്രസ്റ്റ് അല്ലോ, ട്രസ്റ്റ് ആണ് അത്. പ്രൈവറ്റ് ട്രസ്റ്റ് ആണ്. അവര് ദേവസ്വം ബോർഡ് അല്ല. പിന്നെ അതെനിക്ക് ഒരു കുടുംബ ട്രസ്റ്റാന്ന് തോന്നുന്നു. ആ കുടുംബം, കുറെ കുടുംബങ്ങൾ, ഒരു കുടുംബം പോലെ പല കുടുംബങ്ങളാണ് തോന്നുന്നത്. അതിനാവശ്യം പഴങ്ങാടി ഗണപതി ക്ഷേത്രം ആർമിയുടെ വകയാണ്. ആണോ? പഴങ്ങാടി ഭഗവതി സ്ഥലം ആർമിയുടെ എന്നല്ലേ ഉള്ളൂ? അല്ല, ഭരണം അവർക്ക് തന്നെയാണ്. ആർമി പഴങ്ങാടി നമ്മുടെ പാങ്ങോട്ടുള്ള മിലിറ്ററി ക്യാമ്പിന് അവർക്കാണ് ഇതിന്റെ അധികാരമുള്ളത്. അതെയോ? ദേവസ്വം ബോർഡിലല്ല. അല്ല, ആർമിയുടെ വകയാണത്. അത് അപൂർവമാണത്. അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അതെനിക്കറിയത്തില്ല. അത് ആർമിയുടേതാണത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ ഇടകടത്തി ഞങ്ങൾക്ക് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. നമ്മൾ ഉത്സവം നടത്തും. ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങുന്നത് മറന്നാണ് തുടങ്ങുന്നത് ഒരേ വർഷം. അതുകൊണ്ടാണ് നമ്മളത് റെഗുലർലി ചെയ്യുന്നത്. ഒരേ വർഷമാണ്, 17 വർഷമാവുക. അപ്പം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെയുള്ള നാട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിലും ആ ക്ഷേത്ര കമ്മിറ്റിയിൽ വരാം. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. അപ്പം ഞങ്ങൾ നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് ക്ഷേത്രം നടത്തുന്നു. ആർക്കും ഇപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനിയും കൊടുക്കും, നായരും കൊടുക്കും, ഈഴവരും കൊടുക്കും, എല്ലാവരും കൊടുക്കും, ക്ഷേത്രം നടത്തും. ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ നടത്താവുന്നതേ ഉള്ളൂ. ക്ഷേത്രത്തിന് കിട്ടുന്ന വരുമാനം, അത് കാണിക്കേണ്ട വരുമാനമാണെങ്കിൽ പോലും ആ ക്ഷേത്രത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയും സമൂഹത്തിന്. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ എത്രയോ കോടികൾ ആസ്തിയുണ്ട്. യഥാർത്ഥത്തിൽ ആ പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തും സ്വർണം സൂക്ഷിച്ചുമൊക്കെ വെറുതെ ആർക്കും പ്രയോജനമില്ലാതെ പോവുകയാണ്. വാസ്തവത്തിൽ ആ ഗുരുവായൂർ അമ്പലത്തിലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സഹായിക്കുക, അല്ല സർക്കാരിന് ഫണ്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതെല്ലാം സർക്കാരിലേക്കാണ് പോകുന്നത് അൾട്ടിമേറ്റ് ആയിട്ട്. അപ്പം അടിസ്ഥാനപരമായി രാജ്മോഹൻ, ഈ ക്ഷേത്രങ്ങൾ ഇവരുടെ നിയന്ത്രണത്തിൽ വെക്കാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ അടിച്ചുമാറ്റലാണ്. എൻ്റെ ഭയം പോലും ഞാൻ പറഞ്ഞത്, ഇപ്പം കണിച്ചോളങ്ങര, നമ്മുടെ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം, ദേവീക്ഷേത്രം, മാവേലിക്കര വലിയ ക്ഷേത്രം, ഭരണി അല്ല, വലിയ പരിപാടിയല്ലേ, വലിയ ക്ഷേത്രമാണ്. പഴയ പരമ്പര മാത്രമല്ല, ഈ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെട്ടിക്കുളങ്ങരക്കാരെല്ലാം ദേവിക്ക് അഡിക്റ്റാണ്. അത് ഞാൻ ഇതുപോലെ ഈ ശബരിമല എന്ന് പറഞ്ഞ എല്ലാവരുടെയും കൂടാണല്ലോ, ചെട്ടിക്കുളങ്ങര ദേവി എല്ലാവരുടെയും കൂടാണ്. പക്ഷെ ചെട്ടിക്കുളങ്ങരക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു വികാരം. എവിടെയാണെങ്കിലും ഞാൻ അവിടെ ചെട്ടിക്കുളങ്ങരക്കാരെ കണ്ടുകൊണ്ട്, ചെട്ടിക്കുളങ്ങരക്കാരൊരു വികാരമാണ്. ഇവർ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയും ക്ഷേത്രത്തിന് വേണ്ടി ഇവരുടെ ജീവിത സമ്പാദ്യം പോലും കളയും. അത്രമാത്രം അത്ര ഒരു പ്രൈഡാണ് അവർക്ക് ഈ ദേവി എന്ന് പറയുന്നത്. അപ്പം വരുമാനമോ അസാധാരണ വരുമാനമാണ് ഈ ക്ഷേത്രത്തിന് കിട്ടുന്നത്. ഇതെല്ലാം ദേവസ്വം ബോർഡിന് കീഴിലേക്ക് പോവാണ്. സകല വരുമാനങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലേക്ക് പോവാണ്. ഇതിനൊന്നും യാതൊരു കണക്കുമില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം. നമ്മളിപ്പം ശബരിമലയിലെ കണക്ക് വരുന്നുണ്ട്. ഇവിടെ കണക്കെല്ലാം നോക്കണം. ഏതാണ്ട് 50 ലക്ഷം പേര് മിനിമം ഒരു വർഷം വരുന്നുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ പുറത്ത് വരുന്ന ഒരു കണക്ക് പുറത്ത് വിടുമ്പോൾ പറയുന്നത് ഒരു 350-400 കോടി രൂപ ആണെന്നാണ് പറയുന്നത്. ഈ 350-400 കോടി രൂപയിൽ പകുതിയിൽ താഴെയുള്ളൂ നടവരവ്. ബാക്കി പറയുന്ന പ്രസാദത്തിൻ്റെ ഈ 50 ലക്ഷം പേർ അവിടെ വരുന്നുണ്ടെങ്കിൽ എത്ര തേങ്ങ അവിടെ ഉടയുന്നുണ്ട്? ഈ ഒരു തേങ്ങയ്ക്ക് 10 രൂപ ഇട്ടാൽ എത്ര രൂപ? ഞാൻ പറഞ്ഞ തേങ്ങ 40 രൂപ കൊടുക്കണം. 10 രൂപ ഇട്ടാൽ എത്ര രൂപ? അപ്പൊ ഈ കള്ളക്കണക്കല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ അരവണ വിറ്റ് പോകുന്ന വീട്, അരവണ വിറ്റ് പോകുന്നു, എല്ലാ നിവേദ്യങ്ങളും പൂജകളും വരുന്നവരെല്ലാം ചെയ്യുവാണ്. പക്ഷെ ഇതെല്ലാം വിട്ടിട്ട് അവിടെ വരുന്ന തേങ്ങയുടെ കണക്കെടുത്താൽ ഇവർ പറഞ്ഞ കള്ളക്കണക്കല്ലേ? അതെ. ഇവരുടെ നടവരു ഇത്രയുമാണ്. ഏറ്റവും കൂടുതൽ പൈസ കാണിക്കുന്നത് 150 കോടി എങ്ങാണ്ട് കാണിക്കുന്നത് അരവണ വിൽപ്പനയിലാണ്. ഇതെങ്ങനെ ശരിയാവും? അപ്പം യഥാർത്ഥത്തിൽ ഇതിനെ കണക്ക് പോലും ശരിയല്ല. അതിൻ്റെ കാര്യം ഇവർ പറഞ്ഞ എന്തോ കൃത്യമായ കണക്കുണ്ട്, അവിടെ ക്യാമറയ്ക്ക് കീഴിൽ എണ്ണുന്നു, പരിപാടി ഒന്നുമില്ല. ഇത് രാജ്മോഹൻ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര അഴിച്ചോണ്ട് പോയി, ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകൾ അഴിച്ചോണ്ട് പോയി, ദ്വാരപാലക അഴിച്ചോണ്ട് പോയി, വാതിൽപ്പാളി അഴിച്ചോണ്ട് പോയി. എന്നിട്ട് അത് ചെമ്പാന്ന് പറഞ്ഞവന്മാർ ഈ കാണിക്കയായിട്ട് കിട്ടുന്ന പൈസ അടിച്ച മറ്റത് എങ്ങനെ വിശ്വസിക്കും? വളരെ സിമ്പിൾ. ഇന്നത്തെ കാലത്ത് ക്യാമറ ആര് വിശ്വസിക്കും? ആരെ ക്യാമറ കണ്ടു? 10 മിനിറ്റ് ഓഫ് ചെയ്ത് എത്ര കോടി രൂപ ഒറ്റയടിക്ക് പറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനൊക്കെ പണ്ട് അകത്താനല്ലോ, എല്ലായിടത്തും ക്യാമറ ഇല്ലേ? ഇടിവെട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇടിവെട്ടിയാ പോരെ? മതി. അപ്പൊ രാജ്മോഹൻ, ഈ ഭഗവാന്റെ മുമ്പിലെ ശ്രീകോവിലിന്റെ വാതിൽപ്പാളി പോലും ഇവന്മാർ അഴിച്ചു വിൽക്കണമെങ്കിൽ കാണിക്കെ ഉറപ്പായിട്ട് അടിച്ചു മാറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഇതൊന്നും കണക്കില്ലല്ലോ. രസീത്
ഇത് ഈ വഴിപാടുകൾ രസീത് കൊടുക്കുന്നുണ്ട്. ഈ രസീതിൽ പോലും തട്ടിപ്പുണ്ടെന്നാ പറയുന്നത്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, രസീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്നതിൻ്റെ അകത്തൊക്കെ എല്ലാം തട്ടിപ്പാണ്, അടിമുടി തട്ടിപ്പാണ്. അപ്പം ഈ ശബരിമലയിൽ മാത്രമല്ല സകല ക്ഷേത്രങ്ങളിൽ ഇനി പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുവാഭരണങ്ങൾ. ഇവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമലയിലെ തിരുവാഭരണം ഇത് സൂക്ഷിക്കുന്ന എവിടെയാണ്? പന്തളത്താണ്. പന്തളത്താണ് കുഴപ്പമില്ല, പന്തളത്താണ് കുഴപ്പമില്ല. പക്ഷെ ബാക്കി പലയിടത്തും തിരുവാഭരണം എവിടെ സൂക്ഷിക്കുന്നറിയോ? ദേവസ്വത്തിന്റെ ഓഫീസാണ്. ഉദാഹരണത്തിന് കണിച്ചകുളങ്ങളിൽ തിരുവാഭരണം സൂക്ഷിക്കുന്നത് ഹരിപ്പാടാണ്. അപ്പം ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ഈ തിരുവാഭരണം മുഴുവൻ സൂക്ഷിക്കുന്നത് ദേവസ്വത്തിൻ്റെ റീജിയണൽ ഓഫീസുകളിലാണ്. ഈ റീജിയണൽ ഓഫീസുകളിൽ നിന്നും ഈ സാധനം സീസൺ ആകുമ്പോൾ വലിയ കൊട്ടും കുരവായിട്ട് കൊണ്ടുവന്നിട്ട് പോവുക. അത് തന്നെയാണോ? വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അത് വെറും ആഭരണമല്ല, തിരുവാഭരണമാണ്. അതിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വിലമതിക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആർക്കറിയാൻ പറ്റും? ജീവത എന്നാണ് പറയുന്നത് ഈ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ. ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എനിക്ക് ശബരിമല കണിച്ചുകുളങ്ങരല്ല, ചെട്ടിക്കുളങ്ങര സോറി. അല്ല, എനിക്ക് ശബരിമല എപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യം, എന്തുകൊണ്ട് തന്ത്രി എടുത്ത കാര്യം ഒരു അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് എന്റെ ഒരു തന്ത്രിയിലേക്ക് ഇത് നീങ്ങിക്കൂടാഴിയില്ല. പക്ഷേ തന്ത്രിയിലേക്ക് പോകുമ്പോൾ ഇതിനെങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ വിശുദ്ധിയെ തന്നെ ബാധിക്കുന്നതിലേക്ക് മാറുന്നതുകൊണ്ടാവാം. എനിക്ക് ചെറിയ സംശയം തന്ത്രിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തന്ത്രിയുടെ അനുമതിയോട് കൂടി അല്ലാതെ അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. തന്ത്രി അറിയാതെ തന്ത്രി അനുവാദം കൊടുക്കാതെ വെളി കൊടുക്കാൻ പറ്റും, സ്വാഭാവികം. ഇനി ശരി, ഇവർ അധികാരം ഉപയോഗിച്ചെടുത്തോണ്ട് പോയാൽ അവിടെ ശബരിമല ദേവസ്വം കമ്മീഷനുണ്ട്. തന്ത്രിക്ക് അതേ ജില്ലാ ഹൈക്കോടതി ഇമ്മീഡിയറ്റ് വിവരം ഇറക്കിയത് അമ്മമാരെല്ലാം കൂടെ പൊളിച്ചോണ്ട് പോകാൻ സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. അതേ ജില്ലാ അടിച്ചാൽ കണ്ടാണ്. അപ്പൊ അദ്ദേഹം അറിയിച്ച ഹൈക്കോടതി അപ്പൊ തന്നെ വിവരം അറിയിക്കുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് തന്ത്രി വേണ്ടിയില്ല? അപ്പൊ ഈ തന്ത്രിയിലേക്കൊക്കെ എത്തുമായിരിക്കും അല്ലേ? അത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനടുത്ത് അതുമായി ബന്ധപ്പെട്ട് ബിനു ജോൺ ചോദിച്ചു. രാഹുൽ ഈശ്വർ ഉരുളുന്നുണ്ടായിരുന്നു. എന്നാ പറയുന്നത്? ജലഹള്ളിയിലെ കണ്ട ഈ അമ്പലത്തിൽ ഇയാൾ ഉണ്ണികൃഷ്ണൻ പോയി പൂജാരി ആയിരുന്നല്ലോ, ആ അമ്പലത്തിലെ തന്ത്രി ആരാണെന്ന് ചോദിച്ചു. സ്വാഭാവികം പുള്ളി കിടന്ന് ഉരുണ്ട് മാറുന്നുണ്ട്. അപ്പം തന്ത്രിയാർ ഇവിടെ ഉള്ള തന്ത്രിയാരല്ലേ, ഒരു എത്രയോ ക്ഷേത്രങ്ങൾ തന്ത്രിമാരായിരിക്കുമല്ലോ. രാജ്മോഹൻ, ഇതെല്ലാം അടിമുടി തട്ടിപ്പ്. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഈ ആദ്യം വേണ്ടത് സമഗ്രമായ ഓഡിറ്റാണ്. പക്ഷെ എന്നാൽ ഈ ഓഡിറ്റ് നടത്തിയാലും ഇത് ഈ നേർച്ച പണം അടക്കം ഇത് അടിച്ചു മാറ്റുന്നതിന് വല്ല കണക്കുണ്ടാവുമോ? ഒരു കണക്ക് കാണില്ല. ആകെപ്പാടെ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു 25 കൊല്ലം ഈ സർക്കാർ വന്നപ്പോഴല്ല, കഴിഞ്ഞ 25 കൊല്ലം ദേവസ്വം ബോർഡ് ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതിന് ചുമതല വഹിച്ചിരുന്നതിന് മുഴുവൻ സാമ്പത്തിക കണക്കെടുത്ത് പരിശോധിക്കണം. ആവറേജ് ഇവരെ വീട് എങ്ങനെ ഇരിക്കുന്നു കണ്ടാൽ മതി, പരിശോധിക്കണം. ഇവരെങ്ങനെ സാമ്പത്തിക ഇവരുടെ വരുമാനവും ഇവരുടെ സാധനവും തമ്മിൽ കണക്റ്റ് ആണോ ഇത് പരിശോധിക്കണം. പത്മകുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സമ്പന്ന ഉടമ ജനിച്ച ആളാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിന്റെ വീട് വളരെ വലിപ്പപ്പെട്ട വീടാണ്. അദ്ദേഹം ആറന്മുളക്കാരനാണ്. അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് കേട്ടത് ഇടക്കാലത്ത് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടായെന്നാണ് കേട്ടത്. പക്ഷെ വീട്ടിൽ ഇന്നോവ ക്രിസ്റ്റ കാർ കിടക്കുന്നുണ്ട്, ക്രിസ്റ്റ മേടിക്കാം. പിന്നെ ബാക്കി വീടൊക്കെ കാണുമ്പോൾ തന്നെ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നമുക്കറിയില്ല, നമ്മളത് ഒരു ഇന്നോവ ക്രിസ്റ്റ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ അധിക്ഷേപിക്കാൻ നിൽക്കണ്ട. ഇവരുടെ എല്ലാം സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ പരിശോധിക്കണം വലിയ തോതിൽ. എൻ്റെ പേടി മുഴുവൻ അയ്യപ്പൻ യഥാർത്ഥത്തിൽ ഒറിജിനൽ അയ്യപ്പനാണോ എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് പേടിയുണ്ട്. നമ്മളവിടെ വിളിക്കുന്ന പല ആളും ചോദിക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നവർ മാറ്റിയോ അതിന്റെ മൂല്യം, അത് സങ്കല്പിക്കാൻ പറ്റില്ല അതിന്റെ മൂല്യം എത്രയാണെന്നുള്ളത്. ഇവന്മാരൊക്കെ എന്താ 1-2 പവൻ സ്വർണത്തിന്റെ വില അല്ല അത്. ഇതിന്റെ സ്പിരിച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തതാണ്. ഇവിടുന്ന് കൊണ്ട് ഈ സംഗതികളെല്ലാം കൂടെ 39 സംഗതി ചെന്നൈ തിരുവനന്തപുരം ഇവിടുന്ന് യാത്ര ചെയ്തിട്ട് ചെന്നൈയിലെത്താൻ 39 ദിവസം എടുത്തെന്ന് പറയുമ്പോഴേ ആരും അന്വേഷിച്ചില്ല എന്താണ് സംഭവം. 39 ദിവസം എടുത്ത് എങ്ങനെയാണ് ഇത് ചെന്നൈയിലെത്തിയെന്നുള്ളത്. മാത്രമല്ല രാജ്മോഹൻ, ഈ സന്നിധാനത്തു നിന്ന് എന്തെങ്കിലും ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദേവസ്വം എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതറിഞ്ഞില്ല എന്ന് പറയുന്നു. യോഗത്തിന്റെ കൊടുത്ത് വെച്ചത് പ്രസിഡന്റിന്റെ മോന്റെ മകന്റെ. അതൊക്കെ ഇത് ഇവിടുത്തെ രീതിയാണ്. ഇവിടെ പരമ്പരാഗത അവകാശമൊന്നും ഇല്ലല്ലോ പ്രസിഡന്റിന്, പരമ്പരാവകാശം ഇന്നും അല്ലല്ലോ. മോനെടുത്ത് കൊടുത്തേച്ചെന്നൊക്കെ പറഞ്ഞല്ലേ. ഇത് കേട്ടിട്ട് നമുക്കിത് ആപ്പാടെ യക്ഷികഥ പോലെ തോന്നുന്നുണ്ട് പല കാര്യങ്ങളും. ഇതെല്ലാവരോടും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി നിന്നവർ പോലും, കാരണം വാസവും ഇയാൾ ഉടക്കായിരുന്നു, ഉടക്കി നിന്നവർ പോലും അക്ഷരാർത്ഥത്തിൽ പരസ്പരം സ്വന്തം കാര്യം വരുമ്പോൾ അയ്യപ്പനെ വീതിച്ചെടുത്ത് തിന്നാൻ നോക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം സ്വത്ത് വിവരങ്ങളിലേക്ക് പോകണം. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സന്തോഷകരമാണ്. ഞാൻ ഇന്നൊരു വാർത്ത വായിച്ചു. ഇദ്ദേഹം ഇന്നലെ ഓർക്കണം, ഇത്രയും നിങ്ങൾ ഈ പറഞ്ഞ ഇന്നോവ ക്രിസ്റ്റയിൽ ജീവിച്ച് CPM ജില്ലാ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത 42 കൊല്ലം CPM ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച രാജാവിനെ പോലും ജീവിച്ച മഹാൻ ഇന്നലെ കിടന്നത് ഈ തിരുവനന്തപുരത്ത് ജയിലിലെ നിലത്ത് പാവിരിച്ചാണ്.
പൂജപ്പുര പ്രത്യേക ജയിലുണ്ട് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യണം റിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പൂജപ്പുര. നിലത്ത് പാവിരിച്ച കിടക്കത്തുള്ളൂ, കട്ടിൽ കൊടുത്ത് വാസുവിന് ഹൃദയരോഗം ഉള്ളതുകൊണ്ട്. പ്രായമുള്ള രോഗി എന്നുള്ള ഉള്ളതുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഇങ്ങനെയാണ് കിടന്നത് എന്ന് പറയുന്നത് കഷ്ടം. മാത്രം സഹതടവുകാരന്മാരെന്ന് പറഞ്ഞാൽ അത്ര യോഗ്യന്മാരെന്നായിരിക്കും. അല്ല, ഇവരല്ലാതെ കള്ളന്മാരും പിടിച്ചു ഒരു കാര്യമൊക്കെ ആയിരിക്കും. അടിയും കൂടെ കിട്ടായിരുന്ന വിചാരിച്ചു. അയ്യപ്പനെ നല്ല ഭക്തനാണെങ്കിൽ, പലർക്കും സംഭവിക്കാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ, നല്ല ഭക്തനാണെങ്കിൽ അടി കിട്ടാം. കാരണം ഇവരെന്ത് സാധനം ഉണ്ടെങ്കിലും നല്ലൊരു കുട്ടിപ്പീഡകന്മാർ ചെന്നേ എവിടെ തന്നെ ഇടിയ ജയിലിൽ കയറി കഴിഞ്ഞ് ഇവന്മാര് കൊന്നിട്ട് വന്നാലും പിള്ളേരെ പീഡിപ്പിച്ചൊന്നും സഹിക്കത്തില്ല. വല്ലാത്ത അവസ്ഥയാണ്. അത് തന്നെ മിക്കവാറും ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ട്. എന്തായാലും ഈ വല്ലാത്ത ഒരു കൊള്ളയുടെ കഥയാണ് വരുന്നത്. അപ്പം ഇതിനെന്ത് പരിഹാരം? ഞാൻ പറഞ്ഞിപ്പോൾ ഇവന്മാരെല്ലാം കള്ളന്മാരാണ് വീതിച്ചു കൊടുത്തു. ഇതിൻ്റെ അകത്തെ പരിഹാരങ്ങൾ എന്നത് ഒന്നാമത്തെ കാര്യം, ഒന്ന് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാതാക്കണം. എന്നിട്ട് ക്ഷേത്രങ്ങൾ അതാതിടങ്ങളിലെ ഭക്തർക്ക് കൈമാറി. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഭക്തൻ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കാതലായി ദൈവത്തെ കാണുന്നതുകൊണ്ട്, ഭഗവാനെയും ഭഗവതിയും കാണുന്നതുകൊണ്ട് അവൻ എത്ര രൂപ വേണമെങ്കിലും മുടക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുക്കുക. ഞാൻ അത്ഭുതത്തോടെ കാണുന്നുള്ളൊരു കാര്യം, തിരുവനന്തപുരത്ത് മുക്കിനും മൂലയിലും ക്ഷേത്രങ്ങളൊക്കെ ആവുകയുള്ളൂ. വഴിയിലൊക്കെ കാവ് കാണും. ഇപ്പോൾ ആ പേർക്കട അതിന് മുമ്പിലൊക്കെ റോഡിലാണ്. നമ്മൾ എവിടെ ചെന്നാലും ചെറിയ ഇതെല്ലാം ഉത്സവം ആകുമ്പോൾ ഉണ്ടല്ലോ, എന്നാ ചിലവാണെന്ന് ആലോചിച്ചു. ഞാൻ അത്ഭുതം, എങ്ങനെയാണ് മനുഷ്യൻ ചെറിയ 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 ഇപ്പം ഞാൻ ആ കല്ലയത്ത് വലിയൊരു പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ ഇവിടെ എല്ലാ അമ്പലങ്ങളാണ്. നവസമക്ഷേത്രത്തിന് ചുറ്റും എത്ര അമ്പലം നമുക്ക് എണ്ണിട്ടാൽ പോലും പറ്റില്ല. ഇതിനെല്ലാം ഈ എല്ലാ അമ്പലങ്ങൾക്കും പ്രത്യേക ഉത്സവങ്ങളുണ്ട്. ഈ ഉത്സവത്തിന് ആ നാടും നീളെ ലൈറ്റും മൈക്കും മറ്റേ ലൈറ്റ് പൊങ്കാലയിടലും എല്ലാം ഉണ്ട്. കളർ ഇതില്ലേ മറ്റേ ഈ വർണ്ണ ലൈറ്റുകൾ. അപ്പൊ ആള് എവിടെ നിന്നാണ് ഈ പണം? എന്തേറെ പണം ജനങ്ങളങ്ങ് കൊടുക്കുവാണ്. കാരണം അവരുടെ ജീവിത സമ്പാദ്യം ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഈ ദൈവങ്ങളാണെന്നുള്ള വിശ്വാസം കൊണ്ട് ജനങ്ങൾ കൊടുക്കുവാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട എല്ലാ ക്ഷേത്രങ്ങളും വിശ്വാസികൾക്ക് മറ്റാർക്കും കയറാൻ കഴിയാത്ത വിധത്തിൽ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഈ ക്ഷേത്രങ്ങളെ എല്ലാം വേണമെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസതയുള്ള മുതിർന്ന ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഓഫീസ് ഉണ്ടല്ലോ. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ തുടരട്ടെ. പക്ഷെ ദേവസ്വം ബോർഡ് വേണ്ട, പകരം ഇത്തരം ക്ഷേത്രങ്ങളിൽ നിന്നും എലക്ട് ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു പ്രതിനിധിയെ, എല്ലാ ക്ഷേത്രങ്ങളുടെ പ്രതിനിധിയെ ഈ സെൻട്രൽ ബോർഡിലേക്ക് വിടുക. എന്നിട്ട് അവരായിരിക്കണം എല്ലാ ക്ഷേത്രങ്ങളും, ആ ബോർഡായിരിക്കണം. തിരുപ്പതിയിലൊക്കെ ഇത്തരം സംവിധാനങ്ങളാണെന്ന് തോന്നുന്നു. തിരുപ്പതി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം. അതെ, തിരുപ്പതി ദേവസ്വം തന്നെ. ഗുരുവായൂരും അങ്ങനെ തന്നെ. അല്ല, ഗുരുവായൂർ സർക്കാർ തന്നെയാണ്. പക്ഷേ അല്ല, ഗുരുവായൂർ ദേവസ്വം അല്ലേ? ഗുരുവായൂർ ദേവസ്വമാണ്, സർക്കാർ തന്നെയാണ് അതിന്റെ നിയന്ത്രിക്കുന്നത്. സർക്കാർ എന്ന് മാറണം. കാരണം സർക്കാരിൻ്റെ ഒരു കുഴപ്പം, ഒന്ന് ഇവർക്ക് ഭക്തിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ നേർച്ച പണം അല്ലെങ്കിൽ കാണിക്ക കിട്ടുന്ന പണം എടുക്കാതിരിക്കണം എന്ന് തോന്നണമെങ്കിൽ ഭക്തി ഉണ്ടാവണം. ഭയം വേണം ഉള്ളിൽ. ഭഗവാന്റെ പൈസ എടുത്താൽ വേറൊരുത്തിന് പൈസ എടുക്കുന്ന പോലെ അല്ല, പണി കിട്ടുമെന്ന് തിരിഞ്ഞ് CPM-കാർക്ക് എന്ത് ഭക്തി. അവർ പറഞ്ഞേ എന്തും ദൈവമേ ഇല്ലാത്ത ദൈവത്തിന് പണം എടുക്കുന്നത് നല്ലതാ, ഈ പണം എൻ്റെയാന്ന് വിചാരിക്കുക. അതാണ് കുഴപ്പം. ഉള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ, എല്ലാം ഇല്ലാതെ. അപ്പം അതുകൊണ്ട് ആദ്യം വേണ്ടത് പൂർണ്ണമായും ഇത് രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറ്റുക. അതാണ് ആദ്യത്തെ കാര്യം. ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ ശബരിമലയെ ബന്ധപ്പെട്ട് നമ്മുടെ എൻ പ്രശാന്ത് IAS അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്, കണ്ടിരുന്നു? അത് വായിച്ചാൽ അതിന് അദ്ദേഹം പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക നിയമസഭയുടെ അനുമതിയോടുകൂടി ഇതിനൊരു കേന്ദ്ര ഭരണ കേന്ദ്രീകൃത മേഖലയാക്കണമെന്നാണ്. ഞാൻ ഈ പ്രശാന്തിൻ്റെ പോസ്റ്റുകളെ കുറിച്ച് പറയുമ്പോഴേ, ഇപ്പം സത്യം പറഞ്ഞാൽ പ്രശാന്തിൻ്റെ പോസ്റ്റ് എല്ലാം വായിക്കാനൊന്നും പറ്റത്തില്ല. കാരണം പ്രശാന്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ഇതിന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളത് ഈ സർക്കാരിൻ്റെ ചെലവിൽ സർക്കാരിന് ഭാരം വെക്കാൻ വേണ്ടി അയാൾ ശമ്പളം മേടിച്ചോണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, അത്ര വെറുതെ അയാളെ പുറത്തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഷയവും അദ്ദേഹം പഠനം നടത്തി കൊടുത്തിരിക്കുക. അപ്പം ഞാൻ അദ്ദേഹം സന്നിധാനത്ത് പോയിട്ട് വന്ന ഈ പോസ്റ്റ്, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വലിയ പോസ്റ്റുകൾ ഇട്ടിരുന്നു. സന്നിധാനത്ത് പോയിട്ട് അദ്ദേഹം ഇട്ടുന്ന പോസ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പം കേന്ദ്രത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം എന്ന് പറയുന്നതാണ് ഒരു ഭാഗം. അത് കേന്ദ്രം പരിഗണിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും കേന്ദ്രം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്, ക്രൗഡ് മാനേജ്മെന്റ്, മൊത്തത്തിലുള്ള. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിലയ്ക്കൽ എന്ന് പറഞ്ഞ സാധനത്തിൽ ഇപ്പം സംഭവിച്ചിരിക്കും. നിങ്ങൾ അതിലൊക്കെ പോകാറുള്ളതാണോ? പോയിട്ടുണ്ട്? ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ശബരിമല പിന്നെ പോയിട്ടില്ല. പോകാൻ ഈ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം, ഈ നിലയ്ക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ലാഹ എന്ന് കയറി വരുന്നത്. പണ്ട് നിലയ്ക്കൽ പ്രക്ഷോഭമൊക്കെ ഉണ്ടായ സ്ഥലം അത് അതിൻ്റെ അടുത്താണോ അതോ ദൂരെയാണോ? അതൊക്കെ പ്രശ്നം വെച്ചാൽ അവിടെയായിരുന്നു. ഇപ്പം ഈ നിലയ്ക്കൽ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അവിടെ വലിയൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ശിവക്ഷേത്രത്തിന് അടുത്തു നിന്നാണ് കുരിശ് കിട്ടിയെന്നും പറഞ്ഞ് അന്ന് വിവാദമുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മാർത്തോമാ ശ്ലീഹ വന്ന് 7:30 പള്ളി സ്ഥാപിച്ചു. അതൊരു പള്ളി നിലയ്ക്കലാണ്.
അപ്പം പക്ഷെ നിലയ്ക്കൽ ഇപ്പൊ കാടാണ്, ബാക്കി പള്ളികളെല്ലാം ഉണ്ട്, നിലയ്ക്കൽ കാടാണ്. അതുകൊണ്ട് നിലയ്ക്കൽ പള്ളി അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിലയ്ക്കൽ പണ്ടൊരു വലിയ ആവാസ വ്യവസ്ഥയായിരുന്നു. പിന്നീട് നിലയ്ക്കൽ നിന്ന് ആളുകൾ ഇട്ടിട്ട് പോയെന്നാണ് കൺസെപ്റ്റ്. അപ്പൊ അവിടുന്ന് ഒരു കുരിശ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് വിവാദം ഉണ്ടാകുന്നത്. അത് പിന്നെ കരുണാകരൻ അവിടുന്ന് അപ്പുറേക്ക് മാറ്റി. എങ്ങോട്ട് മാറ്റുന്നറിയോ? ഈ നിലയ്ക്കലിന്റെ ഇപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി നിലയ്ക്കലുണ്ടല്ലോ, ഈ കാടിന്റെ മറുമല പറഞ്ഞിരിക്കും. പക്ഷെ അങ്ങോട്ട് പോകണേ ആങ്ങമ്പഴി ചെല്ലണം, ഇതിലേക്ക് പോകാൻ വേറെ വഴിയോ പോകണം. എന്നൊരു കാട് വെച്ചിരിക്കണം. പക്ഷെ അവിടെ കാടും ആനയൊക്കെയാണ് നടക്കുകയാണ്. ആ പള്ളിയൊക്കെ വന്ന് ആന കുത്തു അടയ്ക്കും. അപ്പൊ ഈ നിലയ്ക്കൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അത്യാവശ്യം നിരന്ന സ്ഥലമാണ്. ഈ നിലയ്ക്കൽ ഇതിന്റെ ഒരു പീക്ക് പോയിന്റ് എന്ന് വെച്ചാൽ 2 വഴിയാണ് ശബരിമലയ്ക്കുള്ളത്. 2 വഴിയേ ഉള്ളൂ. ഒന്നാമത്തേത് ഈ ലാഹ വഴി വരുന്ന വഴി, അതായത് പത്തനംതിട്ടയിൽ നിന്ന് വടശ്ശേരിക്കര ചെന്ന് വടശ്ശേരിക്കരയിൽ നിന്ന് ആങ്ങമൂഴിയിലെത്തി വരുന്ന, ആങ്ങമൂഴിയെത്തണ്ട, പത്തനംതിട്ടയിൽ നിന്ന് എത്തുന്ന ആ വഴി, അതാണ് ലാഹ വഴി വരുന്ന വഴി. അതാണ് മെയിൻ വഴി, അതാണ് ഹൈവേ, പഴയമല ഹൈവേ. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എരുമേലി വന്നിട്ട് കാനനപാത എന്ന് പറഞ്ഞാൽ അതാണോ? അല്ല, കാനനപാത വേറെയാണ്. കാനനപാത എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന പാത. രാജ്മോഹൻ നിനക്ക് ബേസിക് ആയിട്ട് അറിയത്തില്ലല്ലേ? കാനനപാത എന്ന് പറഞ്ഞാൽ എരുമേലി അമ്പലത്തിൽ നിന്ന് നിങ്ങൾ നടന്ന് ആ എരുമേലി നേരെ നടക്കുക, എന്നിട്ട് കാളകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. കാളകെട്ടി ചെന്നിട്ട് കാട്ടിക്കൂടെ, കാളകെട്ടി എന്നൊരു ക്ഷേത്രമുണ്ട്, കാളകെട്ടി നിന്ന് കാട്ടിക്കൂടെ ശബരിമല സന്നിധാനത്ത് ഇരുന്നൊരു വഴിയുണ്ട്. അത് ഈ സീസണിൽ ശരിക്കും ആനയുള്ള വഴിയാണ്. അത് നടന്നു പോകുന്നവർക്കുള്ള വഴി. ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ആളുകൾ നടന്നു വരുവാണ്, നടന്നു പോകുവാണ്. നടന്ന് കാളകെട്ട് വഴി, എരുമേലിയിൽ നിന്ന് കാളകെട്ട് വഴി സന്നിധാനം വരെ പോകുന്ന വഴിയാണ് കാനനപാത. ഇത് 2 പ്രധാന വഴി എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ ലാഹോട് വരുന്ന വഴി, രണ്ടാമത് എരുമേലിയിൽ നിന്ന് മുക്കോട് ഞങ്ങളുടെയൊക്കെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി ഈ കണമല പമ്പാവാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടുന്ന് നേരെ ഇവൻ ചെന്ന് കയറുന്ന എവിടാന്നറിയാമോ? തിലാപ്പള്ളി വഴി പ്ലാപ്പള്ളിക്ക് അപ്പുറേ എലവങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറും. ഈ എലവങ്കൽ എന്ന് പറയുന്നത് മറ്റേ വഴിയുടെ ഭാഗമാണ്. ഏതാ ഞാൻ മുമ്പ് പറഞ്ഞ ലാഹ വഴി പോകുന്ന ദേശീയപാതയിലേക്കാണ് എലവങ്കൽ ചെന്ന് കയറുന്നത്. അപ്പൊ ഈ 2 വഴിയും എലവങ്കൽ വന്നൊന്നാവും. എലവങ്കൽ നിന്ന് മുമ്പോട്ട് പോകുന്നിടത്താണ് നിലയ്ക്കൽ. അപ്പൊ ഈ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം ഒരു അത്യാവശ്യം ഓപ്പണായ സ്ഥലമാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പണ്ട് പമ്പ വരെ നമുക്ക് പോകാമായിരുന്നു, എല്ലാവരും പമ്പ വരെ പിന്നെ ധാരാളം ദൂരം പോകണം പമ്പയ്ക്ക്. പണ്ട് പമ്പ വരെ എല്ലാവരും പോകുമായിരുന്നു. ഇപ്പൊ എല്ലാവരും നിലയ്ക്കത്തടയും. നിലയ്ക്ക് എന്ന് KSRTC പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ സ്വന്തം വണ്ടി പോയാൽ നിലയ്ക്ക് എന്ന് KSRTC പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ നിലയ്ക്കൽ, അതിനകത്ത് പ്രശാന്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിലയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മൾ KSRTC ബസ് കാത്തു നിൽക്കുന്നു, ബസ് കിട്ടത്തില്ല, നമ്മളിങ്ങനെ ശ്വാസം മുട്ടുന്ന ഒരു വല്ലാത്ത. അതിന് പകരം ഇതൊരു റെസ്റ്റ് ഏരിയ ആക്കണം. എന്ന് വെച്ചാൽ അവിടെ ഒരു അയ്യപ്പന്റെ തീം പാർക്ക് പോലെ അവിടെ നല്ല ഭക്തിസാന്ദ്രമായ പാട്ടുകളും പ്രാർത്ഥനകളും പാട്ടുകളും, അതൊരു ഒരു നിലയ്ക്കൽ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം മുഴുവൻ വിശാലമായിട്ട് എത്ര 1000 ആളുകൾക്ക് വന്നാലും അവിടെ അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഭജന നടത്താനും പ്രാർത്ഥിക്കാനും അയ്യപ്പനെ കാണാനും അനുഭവിക്കാനും അയ്യപ്പന്റെ ചരിത്രം കാണാനും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ എന്താന്ന് വെച്ചാൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു മടുപ്പുണ്ടാകത്തില്ല. നിലയ്ക്ക് വരുമ്പോൾ തന്നെ അവർക്ക് എപ്പോഴെങ്കിലും നിലയ്ക്കാന്ന് പോയാൽ മതി. അതിന് സംവിധാനം എടുക്കണം. നിലയ്ക്ക് മുഴുവൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെയാണോ ഫ്രീ ആവുന്നത് അപ്പൊ പോയാൽ മതി. അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പൊ എന്നാ പ്രശ്നം? ക്രൗൺ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് പറഞ്ഞ നിലയ്ക്കൽ ഒരു അസാധാരണ സ്ഥലമാക്കി മാറ്റുക. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചുള്ള അവിടെ കൃത്യമായി പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൺട്രോൾ എളുപ്പമാണ് ഈ തരത്തിൽ. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഈ പമ്പയും സന്നിധാനത്തിന് 2ആയിട്ട് കരുതും, 1ആയിട്ട് കരുതണം. ഇതിപ്പം നിലയ്ക്കൽ പമ്പ സന്നിധാനം 3ആയിട്ടാണ് കരുതുന്നത്. അപ്പൊ ഈ നിലയ്ക്കലിന്റെ ഒരു തുടർച്ചയായിട്ട് പമ്പയിലെത്തുക, അതായത് നിലയ്ക്കൽ നിന്നും കൂടെ പുറപ്പെട്ടാൽ പിന്നെ ആർക്കും തടസ്സം ഉണ്ടാവരുത്. പമ്പയിൽ വന്നാൽ അവർക്ക് ഇരിക്കാൻ പോകാം, പക്ഷെ നിൽക്കരുത്, അതിനൊക്കെ ടൈം ഉണ്ടാവണം. പമ്പയിൽ കുളിക്കാം, മല കയറുവാണ്. അപ്പോൾ അവിടെ ക്രൗഡ് എവിടെയെങ്കിലും പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പ് ഉണ്ടാക്കണം. ആ സ്റ്റോപ്പിൽ ഇതുമാതിരി ഒരു ഭക്തിയുടെ അന്തരീക്ഷമുണ്ട്. ഇപ്പൊ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരൊറ്റ നിപ്പ് നീക്കുകയാണ് 12 മണിക്കൂർ മുട്ടി. അതിന് പകരം ആളുകൾക്ക് അവിടെ നിൽക്കാനും അവിടെ റിലാക്സ് ചെയ്യാനുമുള്ള സംവിധാനം ഒരുക്കി കൊടുത്താൽ പിന്നെ അവിടുത്തെ ക്യൂ അനുസരിച്ച് അവിടുത്തെ തിരക്കനുസരിച്ച് കടത്തി വിട്ടാൽ മതി, പോയാൽ മതി. അപ്പോൾ ആളുകൾ ഒരിക്കലും അനുഭവിക്കേണ്ടി വരത്തില്ല. വളരെ വളരെ നല്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശാന്തിനെ ഇപ്പൊ പണിയില്ലാതെ നിൽക്കുകയാണല്ലോ, പ്രശാന്തിന്റെ ഇതിന് ചുമതല ഭയങ്കര ബുദ്ധിമാൻ, അറിയാമല്ലോ, ഭയങ്കര പ്രഗത്ഭനായി. എന്നാ പണി ഏൽപ്പിച്ചാലും ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പൊ ഏറ്റവും ഒടുവില് കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നപ്പോ കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്, ക്യാംകോ. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. അത് ലാഭത്തിലാക്കി.
അങ്കമാലിയിലെ മറ്റാണ് അതിന്റെ ഓഫീസ് അറിയില്ല, തൃശ്ശൂർ പാത്രയുടെയാണത്. അപ്പൊ അതുപോലല്ല, ഇൻലൻഡ് നാവിഗേഷൻ ആയിരുന്നപ്പോഴും പുള്ളി കപ്പലുണ്ടാക്കി. അതാണ് പുള്ളി. ഏത് പണി ഏൽപ്പിച്ചാലും വൃത്തിയായിട്ട് ചെയ്യും പുള്ളി. അപ്പൊ പുള്ളിയെ ശബരിമലയുടെ ഒരു സ്പെഷ്യൽ ഓഫീസറാക്കിയ ഈ ബാധ്യതയൊന്നും ഉണ്ടാവത്തില്ല, ഈ ഒരു പദ്ധതി ഉണ്ടാവത്തില്ല. അങ്ങനെ ഇതിന് സത്യം പറഞ്ഞാൽ ഹൈക്കോടതി, ബഹുമാനോടെ ഹൈക്കോടതി ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റും, കാരണം എന്തും ഹൈക്കോടതിക്ക് അധികാരത്തിലുള്ളതാണ്. പിന്നെ അപ്പം ഹൈക്കോടതി ഇടപെട്ട് ഈ രീതിയിൽ ഒരു പരിഷ്കാരം വരുത്തിയാൽ അത് ഗുണമുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഒരു ഗുണം പ്രശാന്ത് IAS പറയുന്നത്, അവിടെ അനുമതിയുടെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അവർക്ക് ഈ വനം, പരിസ്ഥിതി വകുപ്പ്, കേന്ദ്രത്തിൻ്റെ എല്ലാ വകുപ്പുകളും അവരിനെ നടത്തുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പമാണല്ലോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ. നമ്മൾ ഇതിൻ്റെ പുറകെ കിടക്കേണ്ട കാര്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രാജ്മോഹൻ, ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും കാര്യം അധോഗതിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും അഴിമതി നടക്കുവാണ്. രാഷ്ട്രീയക്കാർ മുഴുവൻ അടിച്ചു മാറ്റുവാണ്. ദൈവത്തിന് ഒരു വിലയും കൊടുക്കാത്ത രാഷ്ട്രീയക്കാർ ദൈവത്തിൻ്റെ സ്വത്ത് അടിച്ച്, ഇതിനൊരു കണക്കില്ല. ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ കൊണ്ട് കൊടുക്കുന്ന പണം എനിക്ക് ഭഗവാൻ മാത്രം അറിഞ്ഞാൽ മതി ഞാൻ കൊടുക്കുന്നതാണ്. ഈ പണം മുഴുവൻ മുക്കുവാണ്. ഇതിനൊരു ഒരു ഒരു മൂക്കുക. നമ്മുടെ നാട്ടിലെ സർവകലാശാലയ്ക്ക് സംഭവിച്ച ഇതേ ദുരന്തമാണ്. പണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാരാക്കുമായിരുന്ന ആ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭന്മാരായിരുന്നു ആ രാഷ്ട്രീയക്കാരവിടെ കയറി പറ്റിയോട് സർവകലാശാലകളും ഇതേ അവസ്ഥയിലായി. അത് എല്ലായിടത്തും സംഭവിച്ചു. ഇത് എപ്പോഴാണ് ഈ രാഷ്ട്രീയവൽക്കരണം നടന്നെന്നുള്ളത് നമ്മളൊന്ന് സത്യം പറഞ്ഞാൽ ഒന്ന് പഠിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എല്ലാത്തിലും ഈ രാഷ്ട്രീയവൽക്കരണം ആയത്. അപ്പോൾ എന്തായാലും ഇപ്പം ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ ശബരിമലയിൽ സംഭവിച്ചിരിക്കും, ഇപ്പോൾ കോടതി വന്നിരിക്കുന്നു, യുവമാരുടെ എല്ലാം കള്ളത്തര പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യുവമാരെല്ലാം ഈ അയ്യപ്പനുമായിട്ട് കളിച്ച സകലരും പണി കിട്ടി സകലരും. ഇപ്പം എനിക്കിതിനകത്തൊരു ഈ യുവതികളെ പ്രവേശിപ്പിക്കാവുന്ന വിഷയം ഉണ്ടായിരുന്ന സമയത്ത് കോട്ടയം SP ആയിരുന്നത് ഹരിശങ്കറായിരുന്നു. ഹരിശങ്കറിൻ്റെ പിതാവ് KP ശങ്കരദാസ് ഉണ്ടായിരുന്നു. ഈ ഹരിശങ്കർ ആയിരുന്നു അന്ന് കോട്ടയത്തെ അമ്മിണിയെയും ഒക്കെ കൊണ്ടുവന്ന് പാർപ്പിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ പരോക്ഷമായിട്ടെങ്കിലും ഈ സാധനത്തിൽ പണി ചെയ്തവർക്കൊട്ടൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെ, ഇന്ന് നമ്മുടെ രമേശ് പറഞ്ഞൊരു പോയിന്റില്ലേ, അതായത് ഈ അയ്യപ്പൻ്റെ ചൈതന്യം വർദ്ധിച്ചെന്ന് പറഞ്ഞു. ചൈതന്യം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചു, അതങ്ങ് വർദ്ധിച്ചു പണി കൊടുക്കുന്നവരെല്ലാം കൂട്ടത്തിൽ പിടിച്ച് ഞെക്കി. ആലോചിച്ച് നോക്കിയേ, കൂട്ടത്തോടെ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാര്, ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇവരാരും സെക്രട്ടറി, താഴ്ന്ന പദവി ഇരുന്നവരല്ല, അങ്ങനത്തെ ആരും കണ്ടിട്ടില്ല. ആ പടം ഒരു ബൈജു, അയാൾ പോലും അഡീഷണൽ കമ്മീഷൻ കണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ഉയർന്ന പദവിയിലിരുന്ന സകല മനുഷ്യരകത്തായിരിക്കുക. അവിടെയാണ് ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്കോ PS പ്രശാന്തിലേക്കോ VN വാസവനിലേക്കൊക്കെ പോലും പോയെന്ന് വരാം. കാരണം ഈ പോലീസ് സംവിധാനം സഹായിക്കുന്നു കരുതിയിട്ട് സഹായിക്കുന്നില്ല, അവർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അതെ, പ്രശാന്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് സത്യമാണത്. അവർക്ക് പരിമിതികളുണ്ടാക്കും ഒരുപാട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കേന്ദ്രം ഇടപെടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടത്തിയാലല്ല അത് ശരിയല്ല. ഇത് പ്രശാന്ത് തന്നെ പറയുന്നു, ഓരോ സീസണിലും മാത്രമാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കണം. പ്രശാന്തിന്റെ കുറിപ്പിൽ ഞാൻ കണ്ട ഒരു സാധനം, 24 കോടി ആളുകൾ കുംഭമേളയ്ക്ക് വന്നു. 24 കോടി ആളുകൾ. അതുപോലെ ഇവിടെ 50 ലക്ഷം പേര് ഒരു വർഷം ഈ 3 വരെ മാസം കൊണ്ട് വരുന്നുള്ളൂ. അതെ. എന്ന് മാത്രമല്ല 1 കോടി ആളുകളും 2 കോടി ആളുകളും വരുന്ന ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. എന്തിനേറെ മക്ക ഹജ്ജിന് വരുന്നു. അവിടെ എത്ര കൃത്യമായിട്ട് എത്ര കോടി ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും. മാർപ്പാപ്പ കാണാം വത്തിക്കാനിൽ അദ്ദേഹം ദിവസം കൊടുക്കുമ്പോൾ വത്തിക്കാനില്ല, പിന്നെ അതിന് മാത്രമുള്ള സൗകര്യം അവിടെ ഉണ്ട്. ആ സൗകര്യം അല്ല ഇവിടെ, കാരണം ഇത് കാടാണ്. അങ്ങനെ ഒരു വത്തിക്കാനെ നമ്മളെ നഗരമാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്, പലതും പിന്നെ നഗരങ്ങളാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നഗരങ്ങളായതിന്റെ സൗകര്യമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞത് കാടാണ്. അപ്പൊ നമുക്ക് പരിമിതികളേറെയുണ്ട്. എങ്കിൽ പോലും ക്രൗഡിനെ നേരത്തെ മുതലേ മാനേജ് ചെയ്യാൻ തുടങ്ങി. ആളുകൾ തടഞ്ഞു നിർത്തുന്നതിന് പകരം ആളിപ്പോൾ എരിമേലി തന്നെ അമ്പലത്തിലെ ഉത്സവം, അമ്പലത്തിൽ പോയി തൊഴയും കണ്ടിട്ട് നിങ്ങളങ്ങ് പോകുന്ന വഴിക്ക് നിർത്തിയിട്ടിരിക്കുക. കുടിക്കാൻ വെള്ളമില്ല, അതിനൊക്കെ പകരം ഉണ്ടാണ്. അതായത് ഒരു കൃത്യം ഈ പറയുന്ന അത്യാധുനിക സൗകര്യങ്ങൾ അനുസരിച്ച് ക്രൗഡിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം. ഇപ്പം വടം കെട്ടി വലിക്കുകയാണ്, ഈ മനുഷ്യനെ വടം കെട്ടി നിർത്തിയിരിക്കുകയാണ്. എന്തൊരു ഭീകരാവസ്ഥയാണ് ഭക്തിയോടുകൂടി വരണം. ഒന്നാമത്തെ കാര്യം, പ്രശാന്ത് പറഞ്ഞ മാതിരി ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ലാത്ത കുറേ ആൾക്കാരാണ് ഇത് നടത്തുന്നത്. ഇവർക്ക് ആർക്കും ഇത് ശാസ്ത്രീയപരത്ത് രാഷ്ട്രീയക്കാരല്ലേ. ഇപ്പോൾ പ്രശാന്ത് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്? PS പ്രശാന്ത് കോൺഗ്രസ്സുകാർ സീറ്റ് കിട്ടാതെ പുള്ളി പാർട്ടി മാറി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. എങ്ങനെയാണ് ദേവസ്വം കമ്മീഷണറായതും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു പാർട്ടിക്കാരായതുകൊണ്ട് മാത്രമേ പദവിയിലെത്തുന്നു. അപ്പോൾ എന്തായാലും വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനോട് ഉണ്ടോ എന്നത് മാത്രമാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. ഓരോരുത്തരെയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് ആർക്കും ജാമ്യം കിട്ടത്തില്ല ഹൈക്കോടതി ഇടപെടുന്നതാണ്. സാധാരണ ഏത് കേസിൽ കിട്ടിയാലും അങ്ങോട്ട് പോകാൻ 2 ദിവസം ജാമ്യം കിട്ടി. ഇവർക്ക് ആർക്കും ജാമ്യം കിട്ടത്തില്ല. അങ്ങനെ കൊണ്ട് സാധാരണ ഏത് മോഷണ കേസിലും ഇവരൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ബലാത്സംഗ കേസ് ഇപ്പോൾ 2 ദിവസം വെളിയിലിറങ്ങും. അങ്ങനെ ഹൈക്കോടതി നേരിട്ടാണ് ഒറ്റ ജാമ്യം. അത്യാവശ്യ സമയം കിട്ടും. അതായത്
മേളിൽ ഹൈക്കോടതി നേരിട്ട് നടത്താൻ താഴത്തെ കോടതി ജാമ്യം കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരാൾ ജാമ്യം കൊടുക്കുക. അതുകൊണ്ട് മറ്റേത് കേസ് പോലല്ല, ഈ കേസിൽ ഇവർക്കാർക്കും ജാമ്യം കിട്ടത്തില്ല. എന്തായാലും ഭഗവാന്റെ ഇടപെടൽ ശക്തമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഇതോടുകൂടി ഉണ്ടാവണം. ഈ കള്ളന്മാരെ, കാട്ടുകള്ളന്മാരെ, അമ്പലം വിഴുങ്ങികളെ ഭഗവാൻ പാഠം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു കാര്യം പറയാം, ഈ അയ്യപ്പനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ മാർക്സിസ്റ്റുകാരാണ്, CPM-കാർ. അവരാണ് ഇത് കൊലയോടെ മുടിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചിന്ത ഭക്തർക്കുള്ളത് നല്ലതാണ്. ഇവരെ ഇനി ഒരിക്കൽ കൂടി തുടരാൻ അനുവദിച്ചാൽ അയ്യപ്പൻ പോലും അവിടെ കാണും. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണം പോയിട്ടുള്ളൂ, അയ്യപ്പനെ പോലും ഇവർ അടിച്ചു മാറ്റും. ആ ഒരു ജാഗ്രത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്കുള്ളത് നല്ലതാണ്. നന്ദി, നമസ്കാരം.